Hi everyone, I am Chandini from Access Language School. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൊക്കാബുലറി ടിപ്സാണ്. എങ്ങനെ നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റി കുറേ കാര്യങ്ങളാണ്. ഏതൊരു ഭാഷാ എക്സാം നേരിടുമ്പോഴും അല്ലെങ്കിൽ ലാംഗ്വേജ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ് വൊക്കാബുലറി ഷോർട്ടേജ്. ആ വൊക്കാബുലറി ഷോർട്ടേജ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നതിനെ പറ്റി നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ലാംഗ്വേജ് എക്സാമിൻ്റെ 25% മാർക്സ് ഈ വൊക്കാബുലറി ആശ്രയിച്ചിരിക്കും. എന്താണ് വൊക്കാബുലറി, എന്തിനിത് ഉപയോഗിക്കുന്നു എന്ന കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് എന്താണ് ലാംഗ്വേജ് എന്ന് നോക്കാം. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുക്കുക, അതിന് തന്നെ 2 വിഭാഗങ്ങളുണ്ട്, വേർഡ് ആൻഡ് റൂൾ. ഈ വേർഡ് തന്നെ 8 തരം വേർഡുകളുണ്ട്. മീനിങ് വേർഡ് ആൻഡ് ഗ്രാമർ വേർഡ്. മീനിങ് വേർഡ് എന്ന് പറയുന്നതാണ് നൗണ്, പ്രോനൗണ്, അങ്ങനെ കുറേ. ഗ്രാമർ വേർഡാണ് പ്രപ്പോസിഷൻ, കൺജക്ഷൻസ്, അങ്ങനെയൊക്കെ. എന്തിനാണ് ഈ മീനിങ് വേർഡും ഗ്രാമർ വേർഡും നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ സെൻറ്റൻസിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കൊരു മീനിങ് ഫുൾ സെൻറ്റൻസ് അല്ലെങ്കിൽ മീനിങ് ഉള്ളൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത്രയും നോക്കിക്കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഗ്രാമർ വേർഡിലേക്ക് വരികയാണ്. ഗ്രാമർ വേർഡ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഗ്രാമർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. എങ്കിൽ കൂടി ഈ ഗ്രാമർ വേർഡ് കൂടിയാലേ നമ്മുടെ സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ മീനിങ് വേർഡും ഗ്രാമർ വേർഡും എന്താണെന്ന് നോക്കി. ഈ കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് താഴെ പറയുന്ന കുറേ ടിപ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ വേർഡ്. നമുക്കൊരു സെൻറ്റൻസ് തന്നാൽ ആ സെൻറ്റൻസിൻ്റെ വേർഡ് എന്താണെന്ന് അല്ലെങ്കിൽ വേർഡ് ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ്. നമ്മുടെ സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഡിക്ഷണറി യൂസ് ചെയ്യുക. ഒരു വൊക്കാബുലറി നമുക്ക് അറിയത്തില്ല, ഒരു വേർഡ് അറിയത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മൾ ഇംഗ്ലീഷ് ഡിക്ഷണറി യൂസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ നമുക്ക് ആ വേർഡ് മറക്കില്ല. നെക്സ്റ്റ് വൺ, മേക്ക് യൂസ് ഓഫ് ഇംഗ്ലീഷ് റീഡിങ് ഹാബിറ്റ്. അതായത് ഇംഗ്ലീഷ് സ്റ്റോറീസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യുക. അതിലൂടെ നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു ടിപ്പാണ് സിനോണിമസ് യൂസ് ചെയ്യുക. സിനോണിമസ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയൊരു വാക്ക് പഠിക്കാനും പറ്റും. ഒരു വാക്കിന് പകരം നമുക്ക് വേറൊരു വാക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന ഒരാളുമായിട്ട് കണ്ടിന്യൂസ് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്നത് കൂടെ നമുക്ക് നമ്മുടെ ലെക്സിക്കൽ റിസോഴ്സസ് ഡേ ബൈ ഡേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ വൊക്കാബുലറി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ആക്സസ് ലാംഗ്വേജ്. താങ്ക് യു.